viewers, welcome to my channel. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു വെൽഫെയർ എക്കണോമിക്സ് എന്ന ഭാഗമാണ്. MA എക്കണോമിക്സ് പഠിക്കുന്നവർക്കും PSC എക്സാം അതുപോലെ നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെൽഫെയർ എക്കണോമിക്സ് എന്നാൽ എന്താണ്, വെൽഫെയർ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്, പിന്നെ ക്രൈറ്റീരിയാസ് ഓഫ് സോഷ്യൽ വെൽഫെയർ. ആദ്യം നമുക്ക് വെൽഫെയർ എക്കണോമിക്സിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ട്രഡീഷണലി ദർ ആർ ടു ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. എക്കണോമിക്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും. വെൽഫെയർ എക്കണോമിക്സ് ഈസ് എ പാർട്ട് ഓഫ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് വിച്ച് അറ്റംപ്റ്റ് ടു ഇവാലുവേറ്റ് സോഷ്യൽ ഡിസൈറബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് പ്രൊജക്റ്റ്. വെൽഫെയർ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു ഭാഗമാണ്. അതെന്താണ് ചെയ്യുന്നത്? വിച്ച് അറ്റംപ്റ്റ് ടു ഇവാലുവേറ്റ് സോഷ്യൽ ഡിസൈറബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് പ്രൊജക്റ്റ്. പല പ്രൊജക്റ്റുകളും ഒരു എക്കണോമിയിൽ നടപ്പിലാക്കും. ആ പ്രൊജക്റ്റുകളൊക്കെ സമൂഹത്തിന് നല്ലതാണോ, ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് വെൽഫെയർ എക്കണോമിക്സിലൂടെ ചെയ്യുന്നത്. വെൽഫെയർ എക്കണോമിക്സ് അറ്റംപ്റ്റ് ടു ഇവാലുവേറ്റ് വെദർ പർട്ടിക്കുലർ പ്രൊജക്റ്റ് ഈസ് ബെറ്റർ ഓഫ് ഓർ വേഴ്സ് ഓഫ്. ഒരു പ്രൊജക്റ്റ് നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് വെൽഫെയർ എക്കണോമിക്സിലൂടെയാണ്. സോ ദ എയിം ഓഫ് ദി വെൽഫെയർ എക്കണോമിക്സ് ഈസ് ടു മാക്സിമൈസ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആസ് എ ഹോൾ. ഇപ്പോൾ വെൽഫെയർ എക്കണോമിക്സിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മൊത്തം വെൽഫെയർ ഇൻക്രീസ് ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഡെഫിനിഷൻ ഓഫ് വെൽഫെയർ എക്കണോമിക്സ്. വെൽഫെയർ എക്കണോമിക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Welfare economics is the branch of economic science which evaluate alternative pattern of resource allocation from the viewpoint of economic well-being of the society as a whole. It is the branch of economic science. Economic science-ന്റെ ഒരു ഭാഗമാണ്. which evaluate, അത് നിർണ്ണയിക്കുന്നു. എന്താണ് നിർണ്ണയിക്കുന്നത്? Alternative pattern of resource allocation. പല രീതിയിൽ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാം. ആ അലോക്കേറ്റ് ചെയ്യുന്നതിനെ നിർണ്ണയിക്കുന്ന എക്കണോമിക് സയൻസിൻ്റെ ഒരു ഭാഗമാണ് വെൽഫെയർ എക്കണോമിക്സ്. എന്തിനാണ് ഇത്തരത്തിലൊരു നിർണ്ണയം നടത്തുന്നത്? ഫ്രം ദി വ്യൂ പോയിൻ്റ് ഓഫ് എക്കണോമിക് വെൽബീയിങ് ഓഫ് ദി സൊസൈറ്റി ആസ് എ ഹോൾ. ഒരു സമൂഹത്തിൽ മൊത്തം എക്കണോമിക് വെൽബീയിങ് ലക്ഷ്യമിട്ടുകൊണ്ട് എങ്ങനെയൊക്കെ റിസോഴ്സ് അലോക്കേഷൻ നടത്താം എന്നതിനെ നിർണ്ണയിക്കുന്ന എക്കണോമിക് സയൻസിൻ്റെ ഒരു ഭാഗമാണ് വെൽഫെയർ എക്കണോമിക്സ്. So the economic welfare of an individual is equal to total utility derived from the goods and services that he consumes, the leisure that he enjoys, etc. ഒരു സൊസൈറ്റിയുടെ മൊത്തം വെൽഫെയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്കണോമിക് വെൽഫെയറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? It is equal to total utility derived from the goods and services that he consumes. ഒരാൾ വാങ്ങുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റിയും അതുപോലെ അയാൾ എൻജോയ് ചെയ്യുന്ന ലെഷറിനും എല്ലാം ഈക്വലാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്കണോമിക് വെൽഫെയർ എന്നാൽ. ഇത്തരത്തിലുള്ള സോഷ്യൽ വെൽഫെയറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ക്രൈറ്റീരിയാസും ഉണ്ട്. പല എക്കണോമിസ്റ്റുകളും പല രീതിയിലുള്ള ക്രൈറ്റീരിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. AC പിഗു, അതുപോലെ ഹിക്സ്, ജെർമി, ബെന്താം, ആദം സ്മിത്ത്, മാർഷൽ എന്നീ കുറേ എക്കണോമിസ്റ്റുകൾ സോഷ്യൽ വെൽഫെയറിന് പല ക്രൈറ്റീരിയാസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫേമസ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് GDP ക്രൈറ്റീരിയ ഓർ GNP ക്രൈറ്റീരിയ. അപ്പോൾ GDP ക്രൈറ്റീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആദം സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വെൽഫെയർ എന്നാൽ GNP എന്നാണ് അർത്ഥം. He measured welfare in terms of GNP. GNP എന്താണോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം വെൽഫെയറിനെ കണക്കാക്കിയിട്ടുള്ളത്. GNP ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ എക്കോണമിയിൽ എക്കണോമിക് വെൽഫെയർ ഉണ്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ GNP ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യാൻ കഴിയും. അപ്പോൾ അത് എക്കണോമിക് വെൽഫെയറിലേക്ക് നയിക്കുന്നു എന്നാണ് ആദം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ GDP ക്രൈറ്റീരിയ, GNP ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആദം സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ GNP ഇൻക്രീസ് ചെയ്യുന്നത് എക്കണോമിക് വെൽഫെയർ
എക്കണോമിക് വെൽഫെയറിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്രൈറ്റീരിയ പിഗൂവിയൻ ക്രൈറ്റീരിയ. ഇപ്പോൾ ഫാദർ ഓഫ് വെൽഫെയർ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് AC പിഗു ആണ്. അദ്ദേഹം 2 ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡ്യുവൽ ക്രൈറ്റീരിയ, ഡബിൾ ക്രൈറ്റീരിയ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡ്യുവൽ ക്രൈറ്റീരിയയിൽ വരുന്ന ആദ്യത്തേത് ദ ഫസ്റ്റ് വൺ ഈസ് GNP ആസ് എ മെഷർ ഓഫ് സോഷ്യൽ വെൽഫെയർ. സെക്കൻഡ് വൺ റിഡക്ഷൻ ഇൻ ഇനീക്വാലിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഡ്യുവൽ ക്രൈറ്റീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിഗു ആണ്. അദ്ദേഹം ഫാദർ ഓഫ് വെൽഫെയർ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നു. എന്താണ് ആദ്യത്തെ ക്രൈറ്റീരിയ? GNP ആസ് എ മെഷർ ഓഫ് സോഷ്യൽ വെൽഫെയർ. സെക്കൻഡ് വൺ റിഡക്ഷൻ ഇൻ ഇനീക്വാലിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ദെൻ മൂന്നാമത്തേത് മാർഷൽസ് ക്രൈറ്റീരിയ. മാർഷൽ എന്താണ് സോഷ്യൽ വെൽഫെയറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഹി എക്സാമിൻസ് എക്കണോമിക് വെൽഫെയർ ഇൻ ടേംസ് ഓഫ് ദി പാർഷ്യൽ സർപ്ലസ് അനാലിസിസ്. പാർഷ്യൽ സർപ്ലസ് അനാലിസിസിൻ്റെ ബേസിലാണ് എക്കണോമിക് വെൽഫെയറിനെ മാർഷൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് പാർഷ്യൽ സർപ്ലസ് അനാലിസിസ്? ദ കൺസ്യൂമർ സർപ്ലസ് ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ് ടുഗദർ നോൺ ആസ് പാർഷ്യൽ സർപ്ലസ് അനാലിസിസ്. കൺസ്യൂമർ സർപ്ലസും പ്രൊഡ്യൂസർ സർപ്ലസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാണ് പാർഷ്യൽ സർപ്ലസ് അനാലിസിസ്. എന്താണ് കൺസ്യൂമർ സർപ്ലസ് അനാലിസിസ്? ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് പ്രൈസ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ ആൻഡ് ആക്ച്വൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഗുഡ്. അതായത് ഒരു കൺസ്യൂമർക്ക് അടക്കാൻ കഴിയുന്ന ഹയസ്റ്റ് പ്രൈസും അതുപോലെ ആ സാധനത്തിൻ്റെ മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൺസ്യൂമർ സർപ്ലസ്. എന്താണ് പ്രൊഡ്യൂസർ സർപ്ലസ്? ദ പ്രൊഡ്യൂസർ സർപ്ലസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാർക്കറ്റ് പ്രൈസ് ആൻഡ് ലോവസ്റ്റ് പ്രൈസ് എ പ്രൊഡ്യൂസർ വുഡ് ബി വില്ലിംഗ് ടു ആക്സെപ്റ്റ്. പ്രൊഡ്യൂസർ സർപ്ലസ് എന്നാൽ മാർക്കറ്റ് പ്രൈസും അതുപോലെ ഒരു പ്രൊഡ്യൂസർ സ്വീകരിക്കുന്ന ലോവസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രൊഡ്യൂസർ സർപ്ലസ്. അപ്പോൾ ഇഫ് ദർ ഈസ് ഇൻക്രീസ് ഇൻ കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദി വെൽഫെയർ. അപ്പോൾ മാർഷലിൻ്റെ അഭിപ്രായത്തിൽ കൺസ്യൂമർ സർപ്ലസും പ്രൊഡ്യൂസർ സർപ്ലസും ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെൽഫെയർ ഉണ്ട് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹിക്സ് ആണ്. അദ്ദേഹം വെൽഫെയറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കൺസ്യൂമർ സർപ്ലസിനെ മാത്രം നോക്കിയിട്ടാണ്. അപ്പോൾ കൺസ്യൂമർ സർപ്ലസിൻ്റെ സ്വന്തം അടിസ്ഥാനത്തിൽ വെൽഫെയറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? ഹിക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇഫ് ദർ ഈസ് ഇൻക്രീസ് ഇൻ കൺസ്യൂമർ സർപ്ലസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽഫെയർ. കൺസ്യൂമർ സർപ്ലസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്തു എന്നാണ് ഹിക്സ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്രൈറ്റീരിയ ബെന്താംസ് ക്രൈറ്റീരിയ. ബെന്താമിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ എങ്ങനെയാണ് സോഷ്യൽ വെൽഫെയർ മെഷർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം വെൽഫെയർ ഈസ് ഇംപ്രൂവ്ഡ് വെൻ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ഗ്രേറ്റസ്റ്റ് നമ്പർ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് ഓർത്ത് വെക്കുക. അത് പറഞ്ഞിട്ടുള്ളത് ജെർമി ബെന്താമാണ്. എന്താണത്? വെൽഫെയർ ഇംപ്രൂവ് ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൂടുതൽ നന്മ വരുമ്പോഴാണ് വെൽഫെയർ ഇംപ്രൂവ് ചെയ്തു എന്ന് പറയുന്നത്. He defined social welfare as a sum of utilities of all individuals in the society. സോഷ്യൽ വെൽഫെയറിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സൊസൈറ്റിയിലെ എല്ലാ ഇൻഡിവിജ്വൽസിനും കിട്ടുന്ന യൂട്ടിലിറ്റീസിൻ്റെ ആകെത്തുകയായിട്ടാണ്. അപ്പോൾ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിന് കിട്ടുന്ന യൂട്ടിലിറ്റീസിൻ്റെ ആകെത്തുകയാണ് വെൽഫെയർ എന്നാണ് ബെന്താംസ് പറഞ്ഞിട്ടുള്ളത്. Suppose a society consists of individual A, B, C, then welfare is equal to UA plus UB plus UC. For society 3 ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വെൽഫെയർ എങ്ങനെ കണക്കാക്കാം? ആ 3 ഇൻഡിവിജ്വൽസിൻ്റെയും യൂട്ടിലിറ്റീസ് ആഡ് ചെയ്യുക. അതിൻ്റെ സം എടുത്താൽ അതാണ് വെൽഫെയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു UA plus UB plus UC. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ ആണ് പാരേറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയ. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിൽഫ്രഡ് പാരേറ്റോ. അക്കോർഡിംഗ് ടു ഹിം എനി ചേഞ്ച് ദാറ്റ് മേക്സ് വൺ ഇൻഡിവിജ്വൽ ബെറ്റർ ഓഫ് വിത്തൗട്ട് മേക്കിംഗ് എനി വൺ വേഴ്സ് ഓഫ് ഈസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സോഷ്യൽ വെൽഫെയർ. എപ്പോഴാണ് സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്തു എന്ന് പറയുന്നത്? എക്കണോമിക് ചേഞ്ച് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ബെറ്റർ ഓഫ് ആവുകയും അതായത് നല്ല രീതിയിലാവുകയും വിത്തൗട്ട് മേക്കിംഗ് എനി വൺ വേഴ്സ് ഓഫ്.
മറ്റ് ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മോശമാകാത്ത രീതിയിലാണതെങ്കിൽ അതിനെയാണ് സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്തു എന്ന് പറയുന്നത്. ഇപ്പോൾ എക്കണോമിക് ചേഞ്ച് വന്നതിന് ശേഷം ഒരാൾ മാത്രം ഇംപ്രൂവ് ചെയ്തു, പക്ഷെ ആ ഇംപ്രൂവ് ചെയ്തത് മറ്റാരെയും മോശമാക്കിയിട്ടില്ല, എങ്കിൽ അത് സോഷ്യൽ വെൽഫെയർ ഉണ്ട് എന്ന് പറയാം. On the other hand, any change that makes no one better off and at least one worse off is decreasing social welfare. എപ്പോഴാണ് സോഷ്യൽ വെൽഫെയർ ഡിക്രീസ് ചെയ്തു എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു എക്കണോമിക് പോളിസി കൊണ്ടുവന്നതിന് ശേഷം ഒരാൾ പോലും ബെറ്റർ ഓഫ് ആയിട്ടില്ല, പക്ഷെ ഒരാൾ മാത്രം എന്ത് ചെയ്തു? വേഴ്സ് ഓഫ് ആവുകയും ചെയ്തു, മോശമാവുകയും ചെയ്തെങ്കിൽ അത് ഡിക്രീസിങ് സോഷ്യൽ വെൽഫെയർ ആണ്. നെക്സ്റ്റ് ക്രൈറ്റീരിയ, കാർഡിനലിസ്റ്റ് ക്രൈറ്റീരിയ. Several economists propose the use of law of diminishing marginal utility as a criteria of welfare. Law of diminishing marginal utility എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഏതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഗുഡ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റി കുറയും. ആ ഒരു ക്രൈറ്റീരിയനെ ഒരുപാട് എക്കണോമിസ്റ്റുകൾ വെൽഫെയറിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അസ്യൂം ദാറ്റ്, അതെങ്ങനെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? അസ്യൂം ദാറ്റ് എ സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ എ, ബി, സി. എ ഹാസ് എൻ ഇൻകം ഓഫ് ₹1000, ബി ആൻഡ് സി ഹാവ് ₹500 ഈച്ച്. കൺസ്യൂമർ എ ക്യാൻ ബൈ ഡബിൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കമ്പയർ ടു ബി ആൻഡ് സി. ഒരു സൊസൈറ്റിയിൽ 3 ഇൻഡിവിജ്വൽസ് ഉണ്ട് എന്ന് കരുതുക, എ, ബി, സി. എയുടെ ഇൻകം 1000 രൂപയാണ്, ബിയുടെയും സിയുടെയും 500 രൂപയും. അപ്പോൾ കൺസ്യൂമർ എക്ക് ഡബിൾ ക്വാണ്ടിറ്റീസ് ബിനേക്കാളും സിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാൻ കഴിയും. However, the given the law of diminishing marginal utility, A's utility is less than that of marginal utility of B and C. അപ്പോൾ law of diminishing marginal utility ഉള്ളത് കൊണ്ട് എയുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ബിയുടെയും സിയുടെയും മാർജിനൽ യൂട്ടിലിറ്റിനേക്കാളും കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. സോ ടു ഇൻക്രീസ് സോഷ്യൽ വെൽഫെയർ, അപ്പോൾ ഈ വെൽഫെയർ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻകം ഷുഡ് ബി റീഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഇൻഡിവിജ്വൽസ്. ഈ വ്യക്തികളുടെ ഇടയിൽ ഇൻകം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യുള്ളൂ. അതായത് എ, ബി, സി എന്ന 3 വ്യക്തികളുടെ ഇടയിൽ ഇൻകം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എയുടെ കയ്യിലാണ് കൂടുതൽ ഇൻകം ഉള്ളത്, 1000 രൂപ. ആ 1000 രൂപ എല്ലാവർക്കും തുല്യമാകുന്ന രീതിയിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലാണ് ഒരു സൊസൈറ്റിയിൽ സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്തു എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രൈറ്റീരിയ, കാൽഡർ-ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ. He also analyzed the welfare by using 2 groups of people, gainers and losers. അപ്പോൾ ഈ ക്രൈറ്റീരിയയിൽ 2 ഗ്രൂപ്പുകളായിട്ടാണ് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ്? ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ്. ഗെയിനേഴ്സ് പറഞ്ഞാൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളവരും, ലോസേഴ്സ് എന്ന് പറഞ്ഞാൽ നഷ്ടമുള്ളവരും. Before the implementation of policy, government asked to gainers how much money they would like to pay in order to change and ask losers how much of money they would prepare to prevent the change. അപ്പോൾ ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആർക്കാണോ അത് നേട്ടമുണ്ടാക്കുന്നത് അവരോട് പോയി ഗവൺമെൻറ് ചോദിക്കും. എന്താണ് ചോദിക്കുന്നത്? ഹൗ മച്ച് മണി ദേ വുഡ് ലൈക്ക് ടു പേ ഇൻ ഓർഡർ ടു ചേഞ്ച്. ഈ ഒരു മാറ്റം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങൾ എത്ര നൽകും? ഹൗ മച്ച് മണി ദേ വുഡ് ലൈക്ക് ടു പേ. ആൻഡ് ആസ്ക് ലോസേഴ്സ്, നഷ്ടമുണ്ടാകുന്നവരോട് കൂടി ചോദിക്കുന്നുണ്ട്. എന്താണ്? ഹൗ മച്ച് ഓഫ് മണി ദേ വുഡ് പ്രിപ്പയർ ടു പ്രിവെൻറ്റ് ദി ചേഞ്ച്. ഈ ചേഞ്ച് നിർത്താൻ വേണ്ടിയിട്ട്, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് നൽകുമെന്ന് ലോസേഴ്സിനോടും ചോദിക്കും. ഹിയർ ദി ഗെയിനേഴ്സ് ക്യാൻ കോമ്പൻസേറ്റ് ദ ലോസേഴ്സ് ലോസ്. അപ്പോൾ ഗെയിനേഴ്സ് നേട്ടമുണ്ടാക്കുന്നവർ എന്ത് ചെയ്യണം? ഈ നഷ്ടമുണ്ടാകുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണം, കോമ്പൻസേറ്റ് ചെയ്യണം, നഷ്ടപരിഹാരം നൽകണം. ദ ഗെയിനേഴ്സ് ആർ റെഡി ടു കോമ്പൻസേറ്റ് ദ ലോസ് ഓഫ് ലോസേഴ്സ്. ദ ഗെയിനർ സ്റ്റിൽ ബിക്കം ബെറ്റർ ഓഫ്. ഇപ്പോൾ ഗെയിനേഴ്സിന് ഇപ്പോൾ എക്കണോമിക് ചേഞ്ച് വന്നതിന് ശേഷം ഈ ഗെയിനേഴ്സിന് നേട്ടമുണ്ടായി. അപ്പോൾ അവരെന്ത് ചെയ്യണം? ആ നേട്ടത്തിൽ നിന്ന് കോമ്പൻസേഷൻ ലോസേഴ്സിന് കൊടുക്കണം. അങ്ങനെ കോമ്പൻസേഷൻ കൊടുത്തതിന് ശേഷവും ഈ ഗെയിനേഴ്സ് എന്ത് ചെയ്യണം? ബെറ്റർ ഓഫ്, മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ആവണം. അല്ലാതെ കൊടുത്തതിന് ശേഷം ഈ ഗെയിനേഴ്സിന് ലോസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത്രയാണ് വെൽഫെയറിൽ, സോഷ്യൽ വെൽഫെയറിൽ വരുന്ന ക്രൈറ്റീരിയാസ്.
അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ടു വെൽഫെയർ എക്കണോമിക്സ് ആണ്. മീനിങ് ഓഫ് വെൽഫെയർ എക്കണോമിക്സ്, ഡെഫിനിഷൻ ഓഫ് വെൽഫെയർ എക്കണോമിക്സ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്രൈറ്റീരിയാസും.